ഗൈസ്, അപ്പം നിങ്ങൾ എന്നെ യൂട്യൂബിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ് CG റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്താണ് ബേസിക് ടെക്നീക്സ്, ടേംസ്, എങ്ങനെയാണ് പ്രോഡക്ട്സ് ചൂസ് ചെയ്യേണ്ടത്, ഇതിനെ കുറിച്ചൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ ദാറ്റ് നിങ്ങൾ കുറച്ച് CG പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം CG പ്രോഡക്ട്സ് സാധാരണ പ്രോഡക്ട്സിനായിട്ടും ഇത്രയും കൂടെ എക്സ്പെൻസീവ് ആണ്. എന്നാൽ എങ്ങനെയാണ് നമുക്ക് ഈ പ്രോഡക്ട്സിൻ്റെ മാക്സിമം ബെനിഫിറ്റ് എടുക്കാൻ പറ്റുക? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളുടെ CG റൂട്ടീനിൽ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് ഓരോ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് യുവർ CG പ്രോഡക്ട്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റൂട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ഷാംപൂ, പിന്നെ ഡീപ്പ് കണ്ടീഷനിങ്, അത് കഴിഞ്ഞിട്ട് സ്റ്റൈലിംഗ് വിത്ത് കേൾ ക്രീം ആൻഡ് ജെൽ. അപ്പോൾ ഇതാവും എൻ്റെ ഇന്നത്തെ റൂട്ടീൻ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ബിഫോർ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് എൻ്റെ ഹെയർ. ഇതെൻ്റെ ഡേ 5 days 6 ഹെയർ ആണ്. എക്സ്ട്രീംലി ഡ്രൈ ആണ്. എൻ്റെ കേൾ പാറ്റേൺ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് തൽക്കാലം ഞാൻ ഈ വാഷ് ഡേയിൽ ഞാൻ പ്രീപൂ ചെയ്യില്ല. ഞാൻ ഡയറക്റ്റ്ലി ഷാംപൂ വെച്ചിട്ടാണ് എൻ്റെ വാഷ് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് പറയുകയാണെങ്കിൽ പ്രീപൂ ചെയ്യുന്നില്ലെങ്കിലും മേക്ക് ഷുവർ നിങ്ങളുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ടായാലും നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് ഒന്ന് ചെറുതായി മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും നമ്മുടെ സ്കാൽപ്പിലത്തെ ഒരു ബ്ലഡ് സർക്കുലേഷനും നമ്മുടെ സ്കാൽപ്പിനെ ഒന്ന് റീഫ്രഷ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ നമ്മുടെ വാഷ് ഡേ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഷാംപൂയിങ്. ഷാംപൂയിങ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കേളപ്പിൻ്റെ കേൾ മോയ്സ്ചറൈസിങ് ഷാംപൂ ആണ്. ആൻഡ് ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു പേൽ ഒരു വൈറ്റ് ലിക്വിഡ് ആണ്, കൈൻഡ് ഓഫ് ഫ്ലോയി ലിക്വിഡ് ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഓൾവേസ് കുറച്ച് വാട്ടർ ഇട്ടിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ആണ് ഞാൻ എൻ്റെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാറ്. ഇറ്റ് ജസ്റ്റ് മേക്സ് ഇറ്റ് ഈസിയർ ടു അപ്ലൈ ഓൺ മൈ സ്കാൽപ്പ് ദാൻ കട്ടിയുള്ള ഷാംപൂ വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ്ലി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ അത് അധികം സ്പ്രെഡ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. സോ സ്ലൈറ്റ്ലി ഒന്ന് ഇത്തിരി വാട്ടർ ഇട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. ആൻഡ് ഓഫ് കോഴ്സ് ഷാംപൂ നമ്മൾ ഫസ്റ്റ് മെയിൻലി ഉപയോഗിക്കുന്നത് സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് അധികം നമ്മുടെ ഹെയറിമേ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് മേക്ക് ഷുവർ യു ലീവ് യുവർ ഷാംപൂ ഓൺ ഫോർ ഫ്യൂ മിനിറ്റ്സ്. ഞാൻ സാധാരണ വെക്കുന്നത് ഒരു 1 to 2 minutes അത്രയേ ഉള്ളൂ. ആൻഡ് ഈ സമയം നിങ്ങളുടെ അഗൈൻ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്കാൽപ്പിനെ ഒന്ന് സർക്കുലർ മോഷൻസിൽ സ്കാൽപ്പിനെ മസാജ് ചെയ്യുക. ആൻഡ് ഫിംഗർ ടിപ്സ് എന്ന് പറയുമ്പോൾ മേക്ക് ഷുവർ നിങ്ങളുടെ നെയിൽസ് ഉപയോഗിക്കരുത്. നഖമൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ തോന്നും, എക്സ്പെഷ്യലി ഇപ്പോൾ ഒരു ഡേ 5 6 ഒക്കെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പ് ഓൾറെഡി കുറച്ച് നല്ല ഇച്ചി ആയിരിക്കും. ബട്ട് മേക്ക് ഷുവർ നിങ്ങളുടെ നഖം വെച്ചിട്ട് ഉരയ്ക്കാണ്ടും മാന്താണ്ടും ഇരിക്കുക. ബട്ട് ഫിംഗർ ടിപ്സ് വെച്ചിട്ട് സോഫ്റ്റ് ബട്ട് ഫേം മോഷനിൽ സർക്കുലർ മോഷനിൽ സ്കാൽപ്പിനെ ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് 2 minutes കഴിഞ്ഞിട്ട് അത് കംപ്ലീറ്റ്ലി വാഷ് ചെയ്ത് കളയാം. ദിസ് വേ നിങ്ങൾക്ക് അഷ്വർ ചെയ്യാം ദാറ്റ് നിങ്ങളുടെ ഷാംപൂ സ്റ്റേസ് ഓൺ യുവർ സ്കാൽപ്പ് ഫോർ ലൈക്ക് 2 minutes സോ ദാറ്റ് അതിന് ആക്ഷൻ ചെയ്യാനുള്ള കുറച്ച് സമയം നമ്മൾ കൊടുക്കുകയാണ്. സോ ഇറ്റ് ക്യാൻ ഡു ഇഫക്റ്റീവ് ക്ലെൻസിങ് ഓഫ് യുവർ സ്കാൽപ്പ്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമ്മൾ നമ്മുടെ സ്കാൽപ്പിന് ഒരു നല്ലൊരു മസാജും കൊടുക്കും. ഇനി ഞാനിവിടെ ഷാംപൂ കംപ്ലീറ്റ്ലി വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഡീപ്പ് കണ്ടീഷനിങ്. ഞാൻ കണ്ടീഷൻ ചെയ്യുന്നില്ല, ഞാൻ ഡയറക്റ്റ്ലി ഡീപ്പ് കണ്ടീഷൻ ചെയ്യാണ് എൻ്റെ വാഷ് ഡേന്. ഡീപ്പ് കണ്ടീഷനിങ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേളപ്പിൻ്റെ ഇൻറ്റൻസ് ഹൈഡ്രേഷൻ ഹെയർ മാസ്ക് ആണ്. ഇത് നല്ലൊരു കട്ടിയിലൊരു റിച്ച് ആയിട്ടുള്ളൊരു ഹെയർ മാസ്ക് ആണ്. ഇതാണ് ഞാനിവിടെ എൻ്റെ കണ്ടീഷനിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളൊരു കോയിൻ സൈസ് എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിലിട്ട് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് ഒന്ന് ഇമൾസിഫൈ ചെയ്തിട്ട് പിന്നെ നമ്മളത് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ടിപ്പ് നമ്പർ 1 ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദി എൻഡ്സ് തുടങ്ങി നമ്മളൊരു മിഡ് ലെങ്ത് വരെയാണ് നമ്മൾ ഡീപ്പ് കണ്ടീഷണർ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഡീടാങ്കിൾ ചെയ്യാത്ത ദിവസങ്ങളിൽ ഇപ്പോൾ ഇവിടെ ഞാൻ പ്രീപൂ ചെയ്തിട്ടില്ല, എൻ്റെ മുടിയിൽ നല്ല ചെടയുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട വിധം ഫസ്റ്റ് അപ്ലൈ ഇൻ പ്രേയിങ് ഹാൻഡ്സ്. അപ്പോൾ പ്രേയിങ് ഹാൻഡ്സിൽ വെറുതെ നമ്മൾ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതൊരു 2 minutes അതിന് സമയം കൊടുക്കുക. അപ്പോൾ ഈ 2 minutes നമ്മൾ ഇത് നമ്മുടെ മുടിയിൽ വെക്കുമ്പോൾ അത് നമ്മുടെ ചെടയൊക്കെ ഇത്തിരി ഒരു സോഫ്റ്റ് ആക്കും നമ്മുടെ മുടീനൊക്കെ. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഒന്നിങ്ങനെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കോം വെച്ചിട്ടോ ഡയറക്റ്റ്ലി നമുക്ക് നന്നായി എളുപ്പത്തിൽ ചെട തീർത്ത് കൊടുക്കാം. So it just makes it a lot easier and lot less painful and lot stress free.
ഇനീഷ്യലി നമ്മൾ അപ്ലൈ ചെയ്തത് പ്രേയിങ് ഹാൻഡ്സ് മെത്തേഡിലാണ് നമ്മുടെ മുടീനൊന്ന് സോഫ്റ്റ് ആക്കാൻ. സോഫ്റ്റ് ആക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ പ്രോഡക്റ്റ് എടുത്തിട്ട് റേക്കിംഗ് മോഷനിൽ, റേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങനെ കോംബ് ടൈപ്പ് മോഷനിൽ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നന്നായിട്ട് റേക്കിംഗ് മോഷനിൽ ഈ പ്രോഡക്റ്റിനെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ റേക്കിംഗ് മോഷനിൽ നമ്മൾ ഫസ്റ്റ്ലി നമ്മുടെ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രിബ്യൂട്ട് ആവും. പിന്നെ സെക്കൻഡ്ലി നമ്മുടെ മുടിയുടെ കംപ്ലീറ്റ്ലി ഡീടാങ്കിൾ ചെയ്ത് ചെതൊക്കെ തീർത്ത് ക്ലീൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ മേക്ക് ഷുവർ നമ്മൾ ധൃതിയൊന്നും ഇല്ലാണ്ട് പതുക്കെ സമയമെടുത്ത് ചെയ്യുക. സോ ദാറ്റ് നമ്മുടെ എല്ലാ പോർഷനിലും കംപ്ലീറ്റ്ലി പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് നമുക്ക് ഇനി കുറച്ച് ഇത് കംപ്ലീറ്റ്ലി ഡിസ്ട്രിബ്യൂട്ട് ആയി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സ്ക്രഞ്ചിങ് മോഷനിൽ നമ്മുടെ കേൾസിനെ ഒന്ന് സ്ക്രഞ്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇനി അടുത്തത് ചെയ്യുന്നതാണ് DC അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഇത് നമ്മുടെ മുടിയിൽ വെക്കുക. സോ ദാറ്റ് നമ്മുടെ മുടിക്ക് അത് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യാനുള്ള സമയം കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് ഒന്നും കൂടെ കംപ്ലീറ്റ്ലി ഇഫക്റ്റീവ് ആക്കണമെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു ഷവർ ക്യാപ്പ് വെച്ച് കൊടുക്കുക. ആൻഡ് അത് ശരിക്കും ആ ഷവർ ക്യാപ്പ് വെക്കുമ്പോൾ ആ ഹീറ്റ് അത് ഉള്ളിൽ തന്നെ ഇങ്ങനെ ട്രാപ്പ് ചെയ്തിട്ട് നമ്മുടെ മുടി ഒന്നും കൂടെ ആ പ്രോഡക്റ്റിനെ നന്നായി അബ്സോർബ് ചെയ്യും. ഞാനിവിടെ ഷവർ ക്യാപ്പ് ഉപയോഗിച്ചില്ല, ബിക്കോസ് എനിക്കിപ്പോൾ ഇൻറ്റൻസ് DC ചെയ്യുമ്പോൾ എൻ്റെ മുടി ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കും. അത് കാരണം ഞാൻ ഷവർ ക്യാപ്പ് ഉപയോഗിച്ചില്ല ഇവിടെ. പക്ഷെ നിങ്ങൾ സ്റ്റാർട്ട് ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ യു യൂസ് എ ഷവർ ക്യാപ്പ് അല്ലെങ്കിൽ ഒരു ഹീറ്റ് ക്യാപ്പ്. ഹീറ്റ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഈ ഷവർ ക്യാപ്പിൻ്റെ മേലെ വെക്കുന്ന ഒരു ആക്സസറി ആണ്. അത് ശരിക്കും നമ്മൾ ഫ്ലാക്സ് സീഡൊക്കെ വെച്ച് ഹീറ്റ് ചെയ്തിട്ട് നമുക്കത് നമ്മുടെ മുടിയിൽ വെച്ചാൽ അതൊന്നും കൂടെ നമ്മുടെ മുടീനെ ചൂടാക്കിയിട്ട് ഒന്നും കൂടെ ഇൻറ്റൻസ് ആക്കും ഈ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ ലെവൽ ഓഫ് ഇൻറ്റൻസിറ്റി, അതിനനുസരിച്ച് ഡീപ്പ് കണ്ടീഷൻ ചെയ്യാം. ദിസ് വേ യു ക്യാൻ ബി ഗ്യാരണ്ടീഡ് നിങ്ങളിപ്പോൾ ഏത് പ്രോഡക്റ്റ് ഏത് ഡീപ്പ് കണ്ടീഷൻ ഉപയോഗിച്ചാലും അതിൻ്റെ 100% ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇനി ഡീപ്പ് കണ്ടീഷണർ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോണ സ്റ്റെപ്പാണ് സ്റ്റൈലിങ്ങിൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ സ്റ്റൈലിങ്ങിന് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് സെലക്ട് ചെയ്യാൻ. ഇന്ന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേളപ്പിൻ്റെ കേൾ ക്രീമാണ്, കേൾ ഡിഫൈനിങ് ക്രീം. അപ്പോൾ കേൾ ക്രീം എന്ന് പറയുന്നത് ഒരു ലീവിനാട്ടും ഇത്തിരി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ലീവിൻ നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് മോയ്സ്ചറൈസേഷനാണ്. കേൾ ക്രീം എന്ന് പറയുന്നത് ഒരു ലീവിൻ ആൻഡ് ജെല്ലിൻ്റെ ഇടയിലുള്ള ഒരു സംഭവമാണ്. സോ അതിന് ലീവിൻ്റെ മോയ്സ്ചറൈസും ഉണ്ട്, എന്നാൽ ജെല്ലിൻ്റെ കുറച്ച് ഹോൾഡിങ്ങിൻ്റെ പ്രോപ്പർട്ടീസും ഉണ്ട്. എൻ്റെ മുടിക്ക് ആക്ച്വലി കേളപ്പിൻ്റെ കേൾ ക്രീം ഐ ക്യാൻ യൂസ് ഇറ്റ് ഈവൻ ഓൺ ഇറ്റ്സ് ഓൺ. എനിക്ക് ജെൽ ഒരു ഓപ്ഷണലാണ്. ഇനീഷ്യലി കേളപ്പിന് ദേ ഹാഡ് ഓൺലി എ കേൾ ക്രീം, ജെൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ കേളപ്പിൻ്റെ കേൾ ക്രീം മാത്രം വെച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ഇറ്റ് യൂസ് ടു ഗിവ് മീ ഗുഡ് ഇനഫ് ഹോൾഡ്. പിന്നെ ജെൽ ഒരു ഇത്തിരി എക്സ്ട്രാ ടേക്സ് ഇറ്റ് ടു അനദർ ലെവൽ. പക്ഷെ നമ്മളിപ്പോൾ കേൾ ക്രീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി, ഇത്തിരി മോയ്സ്ചറൈസിങ് പ്ലസ് ഹോൾഡ്. ഇപ്പം നിങ്ങൾക്ക് കേൾ ക്രീം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തോന്നാണ് എനിക്ക് ഇത്രയും കൂടെ മോയ്സ്ചർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ യൂസ് എ ലീവ്-ഇൻ ആൻഡ് എ കേൾ ക്രീം. അല്ലെങ്കിൽ കേൾ ക്രീം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത്രയും കൂടെ ഹോൾഡ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ യൂസ് എ കേൾ ക്രീം ആൻഡ് എ ജെൽ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഓർഡർ. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ചൂസ് യുവർ സ്റ്റൈൽ. അപ്പോൾ ഞാൻ ഈ കേളപ്പിൻ്റെ കേൾ ഡിഫൈനിങ് കേൾ ക്രീം കുറച്ച് എൻ്റെ കയ്യിലെടുത്തിട്ട് നല്ലൊരു റിച്ച് സോഫ്റ്റ് ക്രീമി ടെക്സ്ചറാണ്. ഇത് കയ്യിലെടുത്തിട്ട് ഫസ്റ്റ്ലി ഞാൻ ലീവിൻ അപ്ലൈ ചെയ്യുന്നത് റേക്കിംഗ് മോഷനിലാണ്. റേക്കിംഗ് മോഷൻ ഞാൻ യൂസ് ചെയ്യണത് അഗൈൻ മെയിൻലി ടു ഡിസ്ട്രിബ്യൂട്ട് ദ പ്രോഡക്റ്റ് വെൽ. എല്ലാവരെയും അത് നന്നായി ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ്. അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രിബ്യൂട്ട് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ടെക്നീക്ക് ഉപയോഗിക്കുന്നതാണ് പ്രേയിങ് ഹാൻഡ്സ്. അപ്പോൾ പ്രേയിങ് ഹാൻഡ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ കംപ്ലീറ്റ്ലി പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രേയിങ് ഹാൻഡ്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ദി കേൾ ക്ലംസ് സ്റ്റാർട്ട് ഫോമിങ് ഓൺ ഇറ്റ്സ് ഓൺ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രേയിങ് ഹാൻഡ്സ്. പ്രേയിങ് ഹാൻഡ്സ് ഒരു ഫ്യൂ ടൈംസ് കീപ് ഡൂയിങ് ഇറ്റ് ആൻഡ് ആസ് യു കീപ് ഡൂയിങ് ഇറ്റ് യു വിൽ സീ ദ ക്ലംസ് ഫോമിങ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് സൈറ്റ് ജെൻറ്റിൽ സ്ക്രഞ്ചിങ് മോഷൻ വെച്ചിട്ട് സ്ക്രഞ്ച് ചെയ്തിട്ട് എല്ലാ പോർഷനും ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദാറ്റ് വിൽ ഫോം യുവർ കേൾ ക്ലംസ്. ഇനി നമ്മുടെ കേൾ ക്രീമും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ജെൽ അപ്ലൈ ചെയ്യുക. ആൻഡ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് അഗൈൻ കേളപ്പിൻ്റെ അൾട്രാ ഡിഫൈനിങ് ഹെയർ ജെല്ലാണ്. ഇവരുടെ എൻറ്റയർ പ്രോഡക്റ്റ് ലൈനപ്പിൽ ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്രോഡക്റ്റ്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുകയാണെങ്കിൽ ഒരു റണ്ണി ഒരു വാട്ടറി ടെക്സ്ചറാണ്, എന്നാൽ അത്ര കട്ടി കുറവല്ല. ബട്ട് ഇറ്റ് ഈസ് അമേസിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ടെക്സ്ചർ. ആൻഡ് അപ്ലൈ ചെയ്യാൻ ഇത് വളരെ എളുപ്പമാണ് ബിക്കോസ് ഇറ്റ്സ് വെരി ഫ്ലോയി.
അപ്പോൾ ഇത് കുറച്ച് കയ്യിലെടുത്തിട്ട് എന്നിട്ട് ഡയറക്റ്റ്ലി പ്രേയിങ് ഹാൻഡ്സ് മെത്തേഡിൽ നമ്മളിത് ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ജെൽ അപ്ലൈ ചെയ്യുമ്പോൾ റേക്കിംഗ് മോഷൻ ചെയ്യില്ല, ബിക്കോസ് ഓൾറെഡി നമ്മൾ ഇവിടെ ക്ലംസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലംസ് ബ്രേക്ക് ചെയ്യണ്ട. അപ്പോൾ കുറച്ച് ജെൽ എടുത്തിട്ട് അഗൈൻ പ്രേയിങ് ഹാൻഡ്സ് മെത്തേഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജെന്റ്ലി അതൊന്ന് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ പ്രേയിങ് ഹാൻഡ്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് കപ്പിൾ ഓഫ് ടൈംസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് ജസ്റ്റ് വൺസ് ചെയ്തിട്ട് നിർത്തരുത്. ഒരു 2-3 ടൈംസ് നന്നായി അത് പ്രേയിങ് ഹാൻഡ്സ് മെത്തേഡിൽ ആ ജെല്ലിനൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജെന്റ്ലി അതിനെ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ജെല്ലിന്റെ കാര്യം പറയുമ്പോൾ ഞാനിവിടെ പറയട്ടെ, എന്നോട് കുറേ പേര് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ജെല്ല് ചേച്ചി നല്ലതാണോ, ഈ സ്റ്റൈലേഴ്സ് നല്ലതാണോ, മുടിക്ക് കൊഴിച്ചിലുണ്ടാവോ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ പറയട്ടെ, ജെൽ ആൻഡ് സ്റ്റൈലേഴ്സ് ഇഫ് ദേ ആർ CG ഫ്രണ്ട്ലി നമ്മുടെ മുടിക്ക് ഒരു കേടും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഒരു 3-4 വർഷമായിട്ട് CG പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ജെല്ലും ലീവിനും സ്റ്റൈലേഴ്സും എല്ലാ ദിവസം എവറി വാഷ് ഡേയും ഉപയോഗിക്കുന്ന ഒരാളാണ്. ആൻഡ് എൻ്റെ മുടിക്ക് ഒരു കേടും സംഭവിച്ചിട്ടില്ല. ഇൻഫാക്ട് ഇറ്റ് ഹാസ് ഓൺലി മെയ്ഡ് മൈ ഹെയർ മോർ ഹെൽത്തിയർ, മോർ ഷൈനിയർ, മോർ മോയ്സ്ചറൈസ്ഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു പേടി വേണ്ട. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വീഡിയോ ഇന്നത്തെ. ആൻഡ് ഐ ഹോപ്പ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും കുറച്ച് ഒരു ടിപ്സും ട്രിക്സും ഒക്കെ ഇപ്പം മനസ്സിലായിണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. പിന്നെ സ്പെസിഫിക്കലി ഈ കേളപ്പിൻ്റെ ഞാനിവിടെ ഉപയോഗിച്ച പ്രോഡക്ട്സിനെ ഇനിയും ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇവരുടെ പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. So make sure you check that out if you want to know more on how I liked each of these products. Pinne, I want to specifically thank Curlup for sponsoring this video for me today. Idan actually in the first sponsored video, so it really helps and encourages, you know, small content creators like me to put out more content, especially when you are, you know, financially supported and recognized for the work that you do. So a big thank you for that, and for you guys for watching this video. And ninkala doubts and questions ee video da adiyil comment cheയ്ത് അറിയിക്കുക. I will reply to all of them as much as I can. So അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ wrap up ചെയ്യാണ്. I'll see you again with a new video very soon. Till then, take care. It's me, Kavi, signing out.